കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷത്തെക്കുറിച്ചും രക്ഷിതാക്കൾ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് വേനലവധി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പാടത്തും പറമ്പിലും തോട്ടിലും പുഴയിലും അങ്ങനെ തിമിർക്കുന്ന ഒരു ബാല്യകൗമാരങ്ങളായിരുന്നു. അന്നൊന്നും ഇത്തരത്തിൽ ആരും ഒന്നിനെക്കുറിച്ചും നിയന്ത്രണങ്ങളോ അതരുത് ഇതരുത് എന്ന് പറയുന്നതായിരുന്നില്ല. കാലം മാറിയപ്പോൾ പണ്ടില്ലാത്ത തരത്തിലുള്ള കുറേയേറെ പകർച്ചവ്യാധികളും കുറേയേറെ അപകട സാധ്യതകളും നമ്മൾ ഉണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല. നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു കുടുംബത്തിൽ തന്നെ 1-2 കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടും ഒരു സുരക്ഷത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രത്യേകമായിട്ട് ഞാനൊരു മുന്നറിയിപ്പ് പറയുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധികളെക്കുറിച്ചാണ് ഈ വർഷവും നമ്മൾ വരുന്ന മാസങ്ങളിൽ കരുതിയിരിക്കേണ്ടത്. ഞാൻ ഈ കാലഘട്ടത്തിൽ പണ്ടില്ലാത്ത വിധത്തിലുള്ള പലതരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ചൊന്നും ഇന്ന് പറയുന്നില്ല. ഈ പകർച്ചവ്യാധികളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒരു 3-4 പകർച്ചവ്യാധികൾ. ഏറ്റവും നമ്മൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം നിപ്പയുടേതാണ്. എന്തുകൊണ്ടാണ് അതിന് ഊന്നൽ കൊടുക്കുന്നത്? നമുക്കറിയാം, നിപ്പ വന്നു കഴിഞ്ഞാൽ ഒരു 50% തൊട്ട് 70% വരെ എങ്കിലും ഒരു മരണസാധ്യതകൾ ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വളരെയേറെ എണ്ണത്തിൽ കൂടുതലുള്ള പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തേത് കുറച്ച് നാളുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഷിഗല്ലോസിസ്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലാണ്. പണ്ട് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലെടുത്ത ഒരു വയറിളക്കം പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്ത് തലച്ചോറിനെ ബാധിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഷിഗല്ലോസിസ് എണ്ണം കൂടി വരുന്നുണ്ട്. 4-മത്തേത് റാബീസ്. ഈ 3-4 കാര്യങ്ങൾ പകർച്ചവ്യാധികളിൽ ഏറെ പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്. മറ്റു ചില പകർച്ചവ്യാധികൾ എണ്ണത്തിൽ കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ഉണ്ടെങ്കിലും മരണസാധ്യത ഏറെയുള്ള കാര്യമായതുകൊണ്ടും നമ്മൾ ചെറിയ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നിപ്പയെക്കുറിച്ച് എന്തിനാണ് വിവരിക്കുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം ഏപ്രിൽ മാസം തൊട്ട് മെയ് ജൂൺ ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കേരളത്തിൽ എല്ലാ വർഷങ്ങളിലും നിപ്പ ഉണ്ടായിട്ടില്ല. 2018 തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓരോ വർഷത്തെയും എണ്ണത്തിൽ പിന്നീട് കുറവാണെങ്കിലും ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഇവിടെ വരുന്ന ഒരു വെറൈറ്റി ഓഫ് നിപ്പ പലപ്പോഴും ഫ്രൂട്ട് ബാറ്റ്സ് ആണ്. അപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങുകയും കളിക്കുകയും ചെയ്യുന്ന ഇടത്ത് നിന്ന് താഴെ വീണ് കിടക്കുന്ന പഴം കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ് ഇത് പലപ്പോഴും പകർന്നു കിട്ടുന്നത്. മറ്റിടങ്ങളിൽ കള്ളു കുടിക്കുന്ന ആ രീതിയിലൊക്കെയാണ് പന്നികളുടെ സാന്നിധ്യം. അതൊന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. നമ്മളിവിടെ കൂടുതലും ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കരുതിയിരിക്കേണ്ടതും ഈ വീണ് കിടക്കുന്ന വവ്വാല് കടിച്ചിട്ടുള്ള സാധ്യതയുള്ള പഴങ്ങൾ കുട്ടികളെടുത്ത് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതേക്കുറിച്ച് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് കൊണ്ടുമാത്രം പഴങ്ങളൊന്നും കഴിക്കാതിരിക്കണം എന്നുള്ളത് അല്ല. നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കാൻ എൻകറേജ് ചെയ്യണം. പക്ഷേ പുറത്തു പോവുകയും കളിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് വീണ് കിടക്കുന്ന പഴവർഗ്ഗങ്ങൾ അവർ കൈകാര്യം ചെയ്യരുത്. അങ്ങനെ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം എന്നുള്ളത്. പിന്നെ ആശുപത്രിയിലൊക്കെ പോകുമ്പോഴും ഒക്കെ നമ്മൾ ഏത് കാലത്തും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അകലം പാലിക്കുക. അതുപോലെ തന്നെ മാസ്ക് ധരിക്കാൻ സാധ്യതയുണ്ടാകണമെങ്കിൽ മാസ്ക് ധരിക്കുക. കൈയും കഴുകുമ്പോൾ സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകുക. ഈ ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു പാലിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ്. നമുക്ക് കഴിഞ്ഞ വർഷം 200ഓളം കേസുകളും എത്രയോ മരണങ്ങളുണ്ടായിട്ടുണ്ട്. 24 തൊട്ട് ഇങ്ങോട്ട്
ഇപ്പോൾ കുറച്ച് നാളുകളിൽ ആയിട്ടാണ് കുറച്ച് കേസുകൾ കുറവായിട്ട് കാണുന്നത്. എങ്കിലും നമ്മുടെ അനുഭവത്തിൽ മഴക്കാലത്തല്ല, വേനൽക്കാലത്ത് ചൂടുള്ള വെള്ളത്തിൽ ആണ് ഈ അമീബ കൂടുതൽ വളരുന്നത്, പ്രത്യേകിച്ചും മുങ്ങിക്കുളിക്കുമ്പോൾ. ഈ വേനൽക്കാലത്ത്, അവധിക്കാലത്ത് പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലേക്കും ടൂറ് പോകാറുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അവിടങ്ങളിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് കുട്ടികൾ കളിക്കാൻ പോകും. തീർച്ചയായിട്ടും അവരുടെ ഒരു കളിയുടെയും അതവരുടെ അവകാശം പോലെയാണ്. ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ടവർ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഇടങ്ങളിലെ സ്വിമ്മിംഗ് പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്തു എന്നുറപ്പാക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് ആരോഗ്യ മേഖലയിലെയും മറ്റ് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ രക്ഷിതാക്കളും ഈ ഒരു കാര്യം എവിടെയാണോ താമസിക്കുന്നത് അവിടെയുള്ള കുട്ടികൾ കുളിക്കുന്ന സ്വിമ്മിംഗ് പൂള് ശരിക്കും ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കുളിക്കുക. അതുപോലെ തന്നെ മറ്റിടങ്ങളിലാണ് കുളിക്കാൻ പോകുന്നതെങ്കിൽ മുങ്ങിക്കുളി ചെറിയൊരു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. കുളിക്കുന്നെങ്കിൽ കഴുത്തിന് താഴെയുള്ള കുളിക്കുന്ന പ്രശ്നമില്ല. മൂക്കിലൂടെയാണ് കയറുന്നുണ്ട്. മൂക്കിൽ നേസൽ ക്ലിപ്പ് വെക്കുന്നത് ഫലപ്രദമാവും. ഇപ്പോൾ ഷവറുകളിലൊക്കെ അപ്പോൾ മൂക്കിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന രീതിയിലാവരുത്. അപ്പം അടിസ്ഥാന കാര്യങ്ങൾ അമീബ എങ്ങനെയാണ് പകരുന്നതിനെ കുറിച്ചുള്ള ബോധം കുട്ടികൾക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വരുന്ന മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തിമിർത്ത് കുളിക്കാൻ സാധ്യതയുള്ളതും അതേസമയം അമീബ കുറച്ച് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഷിഗലോസിസ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിലൂടെയാണ്. ഈ വേനൽക്കാലത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ജ്യൂസ് കുടിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് തണുത്ത വെള്ളം ദാഹത്തിന് കുടിക്കുക എന്നതാണ്. അപ്പോൾ വഴിയോരങ്ങളിൽ നിന്ന് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എത്രമാത്രം അതിൻ്റെ സുരക്ഷിതത്വം ഉണ്ടെന്ന് നമുക്കറിയില്ല. സുരക്ഷിതം ആണെന്ന് ഉറപ്പില്ലാത്ത ഇടങ്ങളിൽ നിന്ന് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ കുടിക്കുന്നത് വളരെയേറെ ശ്രദ്ധയോടെ ആയിരിക്കണം. വേനൽക്കാലങ്ങളിൽ പല പല കല്യാണങ്ങളും ബാക്കിയുള്ള ചടങ്ങുകളുണ്ടാകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത്, അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ കല്യാണക്കാർ തന്നെ അത് വേണ്ടെന്ന് വെക്കുക, കഴിക്കാൻ ചെല്ലുന്നവർ കഴിക്കാതിരിക്കുക. ഈ വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഇവിടെ ഒട്ടുമേ ആവശ്യമില്ലാത്തതും അതൊരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. വെൽക്കം ഡ്രിങ്ക് എന്നുള്ളത് അതിൻ്റെ വൃത്തിയും സുരക്ഷിതത്വവും പലപ്പോഴും നമ്മൾ അപകടങ്ങൾ പലതും പകർച്ചവ്യാധികളിൽ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന പല പകർച്ചവ്യാധിയും പ്രത്യേകിച്ചും ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ് ഒക്കെ ഇവിടെ വളരെയേറെ കൂടുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ റാബീസ്, ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നായയും പൂച്ചയുടെയും എണ്ണത്തിലൊന്നും അധികമൊന്നും കുറവൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷവും നമുക്ക് വളരെയേറെ തന്നെ റാബീസ് കേസുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറമെ പോയി കളിക്കുന്ന അവസരങ്ങളിലൊക്കെ പട്ടികളുടെ കടി വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള അപകടങ്ങളുടെ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അത് യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെ അപകട സാധ്യതകൾ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് വരുന്ന പല പകർച്ചവ്യാധികളുണ്ട്. അതിൽ പലതും അത്രയേറെയൊന്നും ഭയപ്പെടുത്തുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് അതേക്കുറിച്ച് എണ്ണമിട്ട് പറയാത്തത്. കൺജങ്ക്റ്റിവൈറ്റിസിൻ്റെ ഉണ്ട്, ചിക്കൻ പോക്സിൻ്റെ ഉണ്ടത്, അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് വേനൽക്കാലത്തെ രോഗങ്ങൾ എന്ന് ഞാൻ വിവരിക്കുന്നില്ല. ഏറ്റവും അപകട സാധ്യതയുള്ളതും മരണസാധ്യതയുള്ളതും ആയിട്ടുള്ളതും അതേസമയം നമ്മൾ ഒന്ന് കരുതലോടെ ഇരുന്നാൽ അത് തടയാവുന്നതുമായിട്ടുള്ള പകർച്ചവ്യാധികളെക്കുറിച്ചാണ് ഞാനിന്ന് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. രക്ഷിതാക്കൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം, നമ്മളെ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്.